കുഞ്ഞുനാളിൽ എൻ്റെ അപ്പച്ചനൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് സ്റ്റൈൽ സൈക്കിള്. അപ്പം അതിൻ്റെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് ആ സൈക്കിളിൻ്റെ തണ്ടുമ വയ്ക്കും. അപ്പം തണ്ടുമ വെച്ചിട്ട് തുണിയൊക്കെ ഇട്ട് നമ്മൾ കയറ്റിയിരുത്തും. നമ്മുടെ കുഞ്ഞു കരങ്ങളൊക്കെ ശരിക്കും ഹാൻഡുമ പിടിച്ച് ഈ പെഡല് ചവിട്ടി പുറകോടെ സൈക്കിൾ അങ്ങ് കയറും. കയറിയതിന് ശേഷം വിറക് വാങ്ങിക്കാനും അതുപോലെ തന്നെ റേഷൻ കടയിലേക്കും പച്ചക്കറി വാങ്ങിക്കാനും പല സ്ഥലങ്ങളിലേക്കും പപ്പയുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും, നമുക്ക് പപ്പ പറഞ്ഞ മറുപടി പറഞ്ഞുതരും അല്ലേ. കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി സൈക്കിൾ വാങ്ങിച്ചു തന്നു. ആ കുട്ടി സൈക്കിളും കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. പിന്നെ മുതിർന്നപ്പോൾ സ്വന്തം വലിയ സൈക്കിൾ വാങ്ങിച്ചു, ബൈക്കിൽ യാത്ര ചെയ്തു, സ്വന്തം കാർ ഓടിക്കാൻ തുടങ്ങി, ബോട്ടിലും കപ്പലിലും യാത്ര ചെയ്തു, ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു, നിരവധിയായ യാത്രകൾ ചെയ്തു. പക്ഷെ എൻ്റെ പപ്പയുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്ത ഒരു സുഖമുണ്ടല്ലോ, അനുഭവം ഉണ്ടല്ലോ, മറ്റെവിടെ യാത്ര ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തി ഈശോയുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴത്തുള്ള ഒരു സുഖം, ആ ദൈവാനുഭവം എത്ര വില കൊടുത്താലും കിട്ടില്ലെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈശോ പറയാണ്, സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായത്തില് 13-14 തിരുവചനം കടന്നു പോകുമ്പോൾ ഈശോയുടെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ. വചനം ഇങ്ങനെ പറയുന്നത്, നീ എൻ്റെ സഹചരനും ഉറ്റ ചങ്ങാതിയും സ്നേഹിതനുമായിരുന്നു, നമ്മൾ ഉള്ളിൽ തുറന്ന് സംസാരിക്കുമായിരുന്നു, ദേവാലയത്തിൽ ഒരുമിച്ച് നമ്മൾ കൂട്ടുകൂടുമായിരുന്നു. ആ സ്നേഹം നമുക്ക് സത്യത്തിലുണ്ടോ? ഇപ്പോൾ നമുക്ക് സഹചരൻ എന്ന് പറഞ്ഞാൽ കൂടെ സഞ്ചരിക്കുന്നവൻ, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവാനുഭവം. സഹചര്യ ഒറ്റ ചങ്ങാതിയായിരുന്നു, എല്ലാ കാര്യങ്ങളിലും ഒരു ചങ്ങാതി നമുക്കുണ്ടായിരുന്നു, അത് ഈശോയായിരുന്നു. നമ്മൾ ഉള്ളിൽ തുറന്ന് സംസാരിക്കുമായിരുന്നു അത്രേ. നമ്മുടെ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ജീവിതത്തിൽ ഏത് അനുഭവങ്ങൾ ഉണ്ടായാലും ഈശോയുടെ നമ്മൾ ഉള്ളിൽ തുറന്ന് സംസാരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. കാന്തവും വിരമ്പവും ചേർന്ന് നിൽക്കുന്നത് പോലെ ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അടർത്താൻ പറ്റാത്ത, ഒരിക്കലും പിരിയാൻ പറ്റാത്ത, ശങ്കരോട് ശങ്കായ ഒരു സ്നേഹം നമുക്ക് ഇപ്പോൾ ഈശോടുണ്ടോ? നമ്മൾ ആത്മപരിശോധന ചെയ്താൽ നമുക്കറിയാൻ പറ്റും അത്ര സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ഈശോ പഠിപ്പിക്കുക, നിങ്ങൾ എന്റെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നില്ലേ? യോഹന്നാൻ 13:13 പറയാണ്, നിങ്ങൾ എന്റെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവും തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമൊന്നുമില്ല. നിങ്ങൾ ഗുരുവെന്ന് വിളിക്കുമ്പോഴും കർത്താവെന്ന് വിളിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമെങ്കിൽ, എന്റെ പ്രശ്നം കടന്നു വരണമെങ്കിൽ ഈശോ പഠിപ്പിക്കുകയാണ്, ഞാൻ തന്ന മാതൃക നിങ്ങൾ പിൻചൊല്ലുന്നവരായിരിക്കണം അത്രേ. ഈശോ പറഞ്ഞ മാതൃക എന്താ? പരസ്പരം സ്നേഹിക്കുകയും പങ്കുവെക്കുന്ന ഒരു മാതൃക. പങ്കുവെക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലെ വലിയ അനുഗ്രഹത്തിന്റെ നീർച്ചാലാന്ന് പറയുന്നത്. നമുക്കറിയാം, തണലൊക്കെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. നല്ല വേനൽക്കാലത്ത് ഇങ്ങനെ നമ്മൾ ചുട്ട വെയിലത്ത് നടക്കുമ്പോൾ തണലൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. തണലിൽ നിൽക്കാനും നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴും തണലാകാനാണ് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട്. ഈ അതല്ലേ ചെയ്തത്, എല്ലാവർക്കും തണലായി മാറി, എല്ലാവരും തണലിലേക്ക് ചേർത്ത് പിടിച്ചു. നമ്മുടെ ജീവിതത്തില് തണലായി മാറുന്ന ജീവിതങ്ങളെ കർത്താവ് എപ്പോഴും കരുതലോടെ നോക്കുന്ന പറയുന്നത്. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ അരികിൽ കടന്നു വരികയും ഇരുന്ന് പഠിക്കുകയും വേണം അത്രേ. മത്തായി 20:11 പറയാണ്, നിങ്ങൾക്ക് അധ്വാനമുണ്ടോ, ഭാരമുണ്ടോ, അസ്വസ്ഥതയുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ തീർക്കാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ കടന്നു പോകാൻ എൻ്റെ അരികിലേക്ക്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്ര ഭാരമുണ്ടെങ്കിലും ആ ഭാരം ഇല്ലാതാക്കി മാറ്റാമെന്ന വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും തമ്പുരാന് കൂടെ ആയിരിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ ദൈവിക അനുഭവത്തിൽ നമുക്ക് വഴി നടത്താൻ സാധിക്കത്തുള്ളൂ. നമുക്ക് കേട്ടിട്ടില്ലേ, നന്മ ചെയ്യണേക്കാളും വലിയ ധർമ്മമൊന്നും ഭൂമിയിലില്ല. അതിനാണ് ഇപ്പൊ ദാരിദ്ര്യവും. നന്മ ചെയ്യണേക്കാളും വലിയ കാര്യങ്ങളൊന്നും ഭൂമിയിലില്ല. ദുഃഖം കൊടുക്കണേക്കാൾ വലിയ പാപവുമില്ല.
നന്മ ചെയ്തേക്കാൾ വലിയ ധർമ്മമില്ലെന്നും ദുഃഖം കൊടുക്കാനൊക്കെ വലിയ പാപമില്ലെന്ന് ഈശോ പറയുമ്പോൾ എന്തുമാത്രം അതിനെ ഡെപ്താ നോക്കിയേ. ഒരു മനുഷ്യ ജീവിതം മുഴുവനും നന്മയായി മാറണമെന്ന് ഈശോ പറഞ്ഞു വെക്കുക. അതിനേക്കാളും വലിയ ധർമ്മങ്ങളൊന്നുമില്ല അത്രേ. അപ്പൊ നമ്മൾ ഉപദ്രവിച്ചവരോട് നമ്മൾ ക്ഷമിക്കുമ്പോഴും, നമ്മളെ നിന്ദിച്ചവരോട് നമ്മൾ ക്ഷമിക്കുമ്പോഴും, നമ്മൾ മാറ്റി നിർത്തിയവരോട് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിലെ ദൈവികാനുഭവത്തിന്റെ നാമ്പുകൾ മുളയ്ക്കുന്നത്. പക്ഷെ പറയുന്നുണ്ടല്ലോ വ്യക്തമായിട്ടും, ഒരു പൂന്തോട്ടം നിൽക്കുന്ന ഒരു ചെടിയിലെ ഒരു പൂവിനെ അത് മുറുക്കിപ്പെടാതെ അത് അടുത്താലേക്ക് വരാൻ സാധിക്കുമോ? അത് കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അത് മുറുക്കിപ്പെടാതെ ഒരിക്കലും അടുത്താൻ വരാൻ സാധിക്കില്ല. അത് മുറുക്കിപ്പെട്ടാൽ മാത്രമേ അതിന് അൾത്താരയിൽ വന്നിരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് മുറിയപ്പെടുന്ന ജീവിതം മുഴുവനും. ഈശോ നമ്മുടെ കൂടെ എത്ര നടന്നാലും, നാം ദൈവത്തിന്റെ കൂടെ നടന്നാലും, നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിലെ വേദനകളും ദുഃഖങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. നമ്മൾ പറയല്ലോ, അങ്ങനെയൊന്നും എത്രമാത്രം കഷ്ടപ്പാടുകളാണ്, ദുരിതങ്ങളാണ്, വേദനകളാണ് നമുക്കുള്ളത്. ഗോതമ്പ് മണി അഴിയാതെ ഒരിക്കലും അത് ചെടിയായി മാറിയില്ല. ഒരിക്കലും വിത്തുകൾ എപ്പോഴും പൊട്ടാതെ ഒരിക്കലും മരമായി തീരില്ല. സ്ത്രീക്ക് പ്രസവവേദന ഇല്ലാതെ ഒരിക്കലും ഒരു കുഞ്ഞിനെ കിട്ടാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തില് സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ആകുലതകളും നഷ്ടങ്ങളും കോട്ടങ്ങളും പരാജയങ്ങളും എല്ലാം നിറഞ്ഞ ഒരു ജീവിതത്തെ ദൈവം ഇങ്ങനെ കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്താൽ അത് ദൈവത്തിന്റെ വലിയ സ്നേഹമാണ്. വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ മാത്രം ഈ ഭൂമിയിൽ നമ്മളുള്ളോ? നമ്മൾ തീർത്ഥാടനത്തിന് വന്നവരാണ് ഓരോ വ്യക്തികളും. സദാപ്രസംഗന്റെ പുസ്തകം 12:6 പറയുന്നുണ്ടല്ലോ, വെള്ളിച്ചരട് പൊട്ടും, കനകപാത്രം മുടയും, ചക്രം ഉരുളും, ഈ ധൂളി ശരീരം മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിലേക്ക് മടങ്ങിച്ചെല്ലും അത്രേ. എന്ന് പറഞ്ഞാൽ ദൈവം ദാനമായി നൽകിയ ആത്മാവ് ഭൂമിയിലെ ആയിരിക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ അറിയുവാനും അവനെ സ്നേഹിക്കുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനാണ് ദൈവം ശരിക്കും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ഈ ദിവസങ്ങളിലൊക്കെ, ധ്യാന ദിവസങ്ങളിലൊക്കെ നല്ല കുമ്പസാരത്തിലൂടെ, നമ്മുടെ ജീവിതത്തിന്റെ പരിശുദ്ധതയിലൂടെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്താൻ ശ്രമിക്കാം.